ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. കേരള സ്റ്റേറ്റ് നമ്പർ 1 വണ്ടി മാരാർജി ഭവന്റെ മുൻപിൽ കിടക്കുന്ന ദിവസത്തിനേക്കായി അദ്ദേഹം കട്ട വെയിറ്റിംഗ് ആണത്രേ. പലരും ഈ പോസ്റ്റ് കണ്ട് ചിരിച്ചു തള്ളി കമന്റ് ബോക്സിൽ വന്ന് അയാളെ പരിഹസിച്ചു. പക്ഷേ ഇതൊരു തമാശയോ സർക്കാസമോ ആയിരുന്നില്ല. ആ വണ്ടി കൃത്യമായി അവിടെ എത്തിക്കുന്നതിനുള്ള പ്ലാനിംഗ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു 35-40 സീറ്റ് മതിയോ? ഈ വീഡിയോ കണ്ടും പലരും അന്ന് ചിരിച്ചു തള്ളിയിരുന്നു. എന്നാൽ അരുണാചൽ പ്രദേശ്, ആസാം, ത്രിപുര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കുതിരക്കച്ചവടത്തിലൂടെ ഭരണം പിടിച്ചെടുത്ത ബി.ജെ.പിയുടെ നാറിയ കളികൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരിലെ മറ്റത്തൂരിൽ അതിന്റെ ഒരു ലേറ്റസ്റ്റ് ഡെമോ കൂടെ കണ്ടു കഴിഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച 8 പേർ മലക്കം മറിഞ്ഞ് ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്ത് ഭരണത്തിലേക്ക് എത്തിക്കുന്നു. RSS സംഘപരിവാർ ശക്തികളെ എതിർക്കുന്നവരാണ് തങ്ങൾ എന്ന് പലകുറി പറഞ്ഞ കോൺഗ്രസ് അതിനാവതില്ല എന്ന് പല തവണ കാണിച്ചു തന്നു. കോൺഗ്രസുകാർ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടന്ന പല നേതാക്കന്മാരും ഇന്ന് ബി.ജെ.പി അനുഭാവം കാണിക്കുന്നതിന്റെ നേർചിത്രം നമ്മുടെ മുൻപിൽ തന്നെയുണ്ട്. ഞാനൊരു തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് ആളാരാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഏത് വർഗീയ ശക്തിയും പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് ഇനിയും തുറന്നു പറയാത്തത് എന്തേ കോൺഗ്രസ്? കയ്യൊന്നു കൂമ്പിയാൽ താമര വിരിയുമെന്ന് നിങ്ങൾ പല തവണ തെളിയിച്ചു കഴിഞ്ഞു. കഷ്ടം തോന്നുന്നത് മറ്റത്തൂരിലെ വോട്ടർമാരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്തവർ ഇന്ന് കാണുന്നത് അതേ കോൺഗ്രസുകാർ ബി.ജെ.പിയിൽ ചേർന്നവരെ ഭരിക്കാൻ വരുന്നതാണ്. ഇതേ കഷ്ടപ്പാട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.